മൂന്ന്, വ്യാഖ്യാനം. ഞാൻ എന്താണ് കാണുന്നത്, അതെന്താണ് അർത്ഥമാക്കുന്നത്, അതാണ് വ്യാഖ്യാനം. നിരീക്ഷിച്ചതെന്തോ അതെന്തർത്ഥമാക്കുന്നു. ഓക്കെ, അതാണ് വ്യാഖ്യാനം. ഇതെന്താണ്? താറാവിൻ്റെ തല, മുയൽ. ഇപ്പൊ തന്നെ രണ്ടഭിപ്രായമായി ഇവിടെ. താറാവിൻ്റെ തലയാണോ മുയലാണോ? അപ്പം ഞാനൊരു കാര്യം ചെയ്യാം, ഇത് കൃത്യമായി വ്യാഖ്യാനിക്കാൻ ഞാനൊരു സൂത്രം ചെയ്യാൻ പോവാണ്. ശരി, ഞാനൊരു 3 മുട്ട അവിടെ കൊണ്ടുവച്ചു. ഇനി നിങ്ങൾക്ക് എന്താ ഉത്തരം പറയാനുള്ളത്? അതെന്താ അങ്ങനെ പറയാൻ കാരണം? മുയൽ എന്തായാലും മുട്ടയിടത്തില്ല, താറാവേ മുട്ടയിടത്തുള്ളൂ. അപ്പൊ ഇത് മുയലല്ല. എന്താ? നിങ്ങൾ എങ്ങനെയാണ് ഈ വ്യാഖ്യാനത്തിൽ എത്തിച്ചേർന്നത്? മുട്ട കണ്ടതുകൊണ്ട്. മുട്ടയാണ് അവിടുത്തെ പശ്ചാത്തലം. പശ്ചാത്തലമാണ് ഇന്റർപ്രിട്ടേഷന്റെ താക്കോൽ. പശ്ചാത്തലമില്ലാതെ ഒരു വാക്യവും വ്യാഖ്യാനിക്കരുത്, അത് തെറ്റിപ്പോവും. ഓക്കെ, കുറേ വർഷം മുമ്പ് ജർമ്മനിയിൽ മാർപ്പാപ്പ ചെന്നു. അവിടുത്തെ മാധ്യമപ്രവർത്തകർ ചോദിച്ചു, ഞാൻ മലയാളത്തിൽ തന്നെ പറയാം, ഇംഗ്ലീഷിലായിരുന്നു ചോദ്യം. മിസ്റ്റർ പോപ്പ്, നിശാ ക്ലബ്ബുകളെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? നൈറ്റ് ക്ലബ്സ്, പാർട്ടി, ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ഒരുമിച്ച് പോയി ഡാൻസ് ഒക്കെ ചെയ്യുന്നു. നിശാ ക്ലബ്ബുകളെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? അപ്പോൾ അദ്ദേഹം തിരിച്ചു ചോദിക്കുകയാണ്, ജർമ്മനിയിൽ നിശാ ക്ലബ്ബുകളൊക്കെ ഉണ്ടോ? പിറ്റേന്ന് പത്രത്തിൽ വന്നപ്പോൾ മാർപ്പാപ്പ വന്നു. അദ്ദേഹം ചോദിച്ചു, ജർമ്മനിയിൽ നിശാ ക്ലബ്ബുകൾ ഉണ്ടോ? വാർത്ത എങ്ങനെ വന്നു? ഇത് ചോദിച്ച് അല്ലേ, പുള്ളിയെ കൊണ്ട് ചോദിപ്പിച്ചതാ. പശ്ചാത്തലം അറിയാത്ത ഒരാളത് വായിച്ചാൽ എന്തു പറ്റും? തെറ്റായിട്ട് വ്യാഖ്യാനിക്കും. ഇന്നത്തെ മാധ്യമങ്ങളൊക്കെ ചെയ്യുന്ന അതാ, പശ്ചാത്തലം മാറ്റിയിട്ട് ക്ലിപ്പ് മാത്രം എടുത്തിടും അല്ലേ. പശ്ചാത്തലം ഇല്ലെങ്കിൽ അത് തെറ്റാ. ഇപ്പം ഞാൻ വിചാരിക്കുക, ഞാൻ റൂമിലിരിക്കുമ്പോൾ സഹോദരൻ അതുവഴി നടന്നു പോകും. അപ്പം ഞാൻ മൊബൈൽ ഇങ്ങനെ പുറത്തിങ്ങനെ തോണ്ടി നടന്നിട്ട് സഹോദരനോട് ചോദിക്കുക, ബ്രദറെ ഇവിടെ നെറ്റുണ്ടോ? ബ്രദറിന് എന്ത് മനസ്സിലായി? എന്ത് നെറ്റാണ് ഉദ്ദേശിച്ചത്? ഞാൻ മൊബൈലിൽ ഇങ്ങനെ തോണ്ടിയിട്ട് ചോദിക്കുക, ബ്രദറെ ഇവിടെ നെറ്റുണ്ടോ? എന്ത് നെറ്റാ? ഇന്റർനെറ്റ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ സത്യദാസ് ബ്രദർ അതുവഴി വരുന്നു. സത്യദാസ് ബ്രദർ ഞാൻ നോക്കുമ്പോൾ പുള്ളിയുടെ ഒരു ബാഡ്മിൻ്റൺ കോക്ക് കയ്യിലിരിക്കുന്നു. അപ്പം ഞാനൊരു ബാറ്റും ഒക്കെ ആയിട്ട്, ബ്രദറെ ഇവിടെ നെറ്റുണ്ടോ? എന്ത് നെറ്റാ? ബാഡ്മിൻ്റൺ നെറ്റ് അല്ലേ. രാത്രി ആയപ്പോൾ ഉണ്ട് ജോസ്മണി ബ്രദർ അതുവഴി വരുന്നു. ഇപ്പം ഞാനാണ് പുറത്തിറങ്ങിയിട്ട്, ബ്രദറെ ഇവിടെ നെറ്റുണ്ടോ? എന്ത് നെറ്റാ? കണ്ടോ? അപ്പം ഞാൻ പ്രത്യേകിച്ച് ചോദിക്കണ്ട, ഏത് നെറ്റെന്നേ ചോദിച്ചുള്ളൂ. പശ്ചാത്തലം വെച്ച് അവരതിൻ്റെ മനസ്സിലാക്കി. ബൈബിളും നമ്മൾ പഠിക്കുമ്പോൾ അതിനൊരു പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലമില്ലാതെ ബൈബിൾ പഠിച്ചാൽ ഉറപ്പായിട്ട് തെറ്റും. മനസ്സിലായോ? ആ പശ്ചാത്തലം എവിടെ നിന്ന് കിട്ടും? അതൊന്നീ മുകളിലത്തെ വാക്യമോ താഴത്തെ വാക്യമോ ആ പാരഗ്രാഫിലോ അതിൻ്റെ പശ്ചാത്തലമുണ്ട്. പശ്ചാത്തലം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 3 പടികൾ പറഞ്ഞേ പെട്ടെന്ന്. അവലോകനം, നിരീക്ഷണം, വ്യാഖ്യാനം. 4, പരസ്പര ബന്ധം, കോറിലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വാക്യം വായിച്ചു, ഇതങ്ങോട്ട് വ്യക്തമായില്ല. ബൈബിളിൽ അനേക വാക്യങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യാനുണ്ടാകും. ഒരു ദൈവദാസൻ എഴുതി വെച്ചത് സപ്പോർട്ട് ചെയ്യാൻ വേറെ വാക്യങ്ങളുണ്ട്. ഒത്തുവാക്യങ്ങൾ എന്ന് നമ്മൾ പറയും. അതാണ് ബൈബിളിൻ്റെ ഒരു അപൂർവം എന്ന് പറഞ്ഞാൽ വളരെ യുണീക്ക്. ബൈബിൾ ആദ്യത്തെ പുസ്തകം എഴുതിയ മോശയും അവസാനത്തെ പുസ്തകം എഴുതിയ യോഹന്നാനും തമ്മിൽ കണ്ടിട്ടില്ല. പക്ഷെ അവരൊരിക്കലും പരസ്പര വിരുദ്ധമായിട്ട് ഒന്നും എഴുതിയിട്ടില്ല. ഒരു ചീഫ് എഡിറ്റർ, ഹോളി സ്പിരിറ്റ്. അത് ബൈബിളിൻ്റെ ഒരു നിസ്തുല്യതയാണ്, പരസ്പര ബന്ധം. അപ്പോൾ ഒരു വാക്യം കൃത്യമായിട്ട് മനസ്സിലായില്ലെങ്കിൽ ഇത് വ്യക്തമാക്കുന്ന മറ്റൊരു വാക്യം ബൈബിളിൽ ഉറപ്പായിട്ടും ഉണ്ട്. അത് കണ്ടെത്തണം. ഇപ്പോഴാണ് ഇഷ്ടം പോലെ ആപ്ലിക്കേഷനും ഒക്കെ വന്നത്. എന്നെ പഠിപ്പിച്ച അധ്യാപകരിൽ ഏത് വാക്യം എവിടാന്ന് ചോദിച്ചാലും പറയുന്ന ഒരു അധ്യാപകൻ എനിക്കുണ്ടായിരുന്നു. ആളിന്ന് നിത്യതയില്ല. ഏത് വാക്യം ചോദിച്ചാലും അത് ചിലപ്പോൾ പുള്ളിക്ക് പെട്ടെന്ന് പറയാൻ പറ്റിയില്ലെങ്കിൽ ബൈബിൾ നോക്കിയിട്ട് പറഞ്ഞു തരും. E.K. ജോർജ്
കേട്ടുണ്ടോ? E.K. ജോർജ് എവിടാണേലും പറഞ്ഞു തരുമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു അധ്യാപകനായിരുന്നു. ആളിന്ന് നിത്യതയിലാണ്. പരസ്പര ബന്ധം. നൗ ദ ലാസ്റ്റ് വൺ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണെന്നറിയോ? ആപ്ലിക്കേഷൻ, സ്വയ സമർപ്പണം. ബൈബിൾ എന്തിനു വേണ്ടിയിട്ടാണ് പഠിക്കണ്ടേ? ആർക്കു വേണ്ടിയാണ് പഠിക്കണ്ടേ? എനിക്ക് വേണ്ടി. ബൈബിൾ പഠിക്കേണ്ടത്, കർത്താവേ എൻ്റെ ജീവിതത്തിൽ ഇന്ന് എന്നോട് അങ്ങ് എന്താണ് സംസാരിക്കുന്നത്? എൻ്റെ ജീവിതത്തിൽ എന്താണ് ഞാൻ മാറ്റേണ്ടത്? എൻ്റെ ജീവിതത്തിൽ എന്ത് പോരായ്മയാണുള്ളത്? എൻ്റെ ജീവിതത്തിൽ എന്ത് പടിയാണ് ഞാൻ വെക്കേണ്ടത്? അതിന് എന്നെ തന്നെ വിധേയപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഈ 5 പടികളിൽ ഏറ്റവും അവസാനം വരുമ്പോൾ ഞാൻ ബൈബിൾ പഠിക്കേണ്ടത് പ്രസംഗിക്കാനല്ല, പഠിപ്പിക്കാനല്ല, മറ്റൊരാൾക്ക് ഉപദേശിക്കാനല്ല, എനിക്ക് വേണ്ടിയാ. അങ്ങനെ ഞാൻ അത് അപ്ലൈ ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ? മറ്റുള്ളവരെ പഠിപ്പിക്കാൻ. പഴയ നിയമത്തിൽ ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിൽ, ഞാൻ ഇന്ന് നിന്നോട് കൽപ്പിക്കുന്ന വചനങ്ങൾ നിന്റെ ഹൃദയത്തിലിരിക്കണം, അവ നിന്റെ മക്കൾക്ക് നീ ഉപദേശിച്ചു കൊടുക്കണം. അപ്പോൾ ഉപദേശിക്കുന്നവർക്കുള്ള ആദ്യത്തെ ക്രൈറ്റീരിയ എന്താ? അത് നിങ്ങളുടെ ഹൃദയത്തിൽ ഇരിക്കണം, എന്നിട്ടത് ഉപദേശിക്കണമെന്നാ പറഞ്ഞിരിക്കണം. 5 സ്റ്റെപ്പ് എന്ന് പറഞ്ഞു: അവലോകനം, നിരീക്ഷണം, വ്യാഖ്യാനം, പരസ്പര ബന്ധം, സ്വയസമർപ്പണം. 5 പടികൾ. ഈ 5 പടികൾ നമ്മൾ പഠിക്കുമ്പോൾ തന്നെ മറ്റു കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം. എന്തൊക്കെയാണെന്നറിയോ? നിങ്ങളിത് വായിച്ചോണം. ഓരോന്ന് ഡിസ്പ്ലേ വരുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. എല്ലാവരും കൂടെ പറയാൻ വേണ്ടിയിട്ടാണ്. റെഡി? 1 2 3 സ്റ്റാർട്ട്. ചരിത്രം, സംസ്കാരം, ആലങ്കാരികം, വ്യാകരണം, ആക്ഷരികം. മിനിമം ഇത്രയും കാര്യങ്ങളെങ്കിലും ബൈബിൾ പഠിക്കണം. അയ്യോ, ഇത്രയും കാര്യങ്ങൾ! ഇത്രയും കാര്യങ്ങൾ പഠിക്കണം. ഇപ്പം ഞാൻ ഇവിടെ നിന്ന് പറയാണ്, ബ്രദറെ ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരിക, ഇനി എങ്ങോട്ടാണ് വരണ്ടേ? അത് അവിടെ ആ വളവിന് വന്നിട്ട് ഇങ്ങോട്ട് ലെഫ്റ്റ് തിരിയണം എന്ന് പറഞ്ഞാൽ ആ വളവിന് വന്നിട്ട് ലെഫ്റ്റ് എന്നോട് പറഞ്ഞാൽ അറിയത്തില്ല. ഇവിടെ ഉള്ള ലോക്കൽ ആൾക്ക് അറിയാൻ പറ്റും. നമ്മൾ പഠിക്കുന്ന പുസ്തകം എഴുതപ്പെട്ടത് പല സംസ്കാരങ്ങളിലാണ്. ഭൂമിശാസ്ത്രം വേറെയാണ്. നമ്മൾ അവിടെ പോയിട്ട് ഇത് പഠിക്കാൻ പറ്റില്ല. അപ്പോൾ അവിടുത്തെ ഇത് എനിക്കറിയണം, ഇതെല്ലാം അറിയണം. ഞാൻ ഓരോന്നിനും ഓരോ ഉദാഹരണം പറയാം. 10 മിനിറ്റ് സമയം അനുവദിച്ചത് കൊണ്ട് ഓരോന്നിനും ഓരോ ഉദാഹരണം പറയാം. ചരിത്രം ഒരു ഉദാഹരണം കേട്ടോ. ഒരു ഉദാഹരണം: ഹെരോദാവിൻ്റെ കാലത്ത് അബിയാക്കൂറിൽ സെഖരിയാവ് എന്ന പേരുള്ള ഒരു പുരോഹിതനുണ്ടായിരുന്നു. എന്താണ് അബിയാക്കൂർ? ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല. ഒരാൾ ഉത്തരം പറഞ്ഞത് തിരുവിതാംകൂർ പോലെയുള്ള ഒരു സംഭവമാണ്. മധ്യ തിരുവിതാംകൂർ എന്ന് പറയും, നമ്മുടെ ഇവിടെ പറയുന്ന പോലെ അവിടെ അബിയാക്കൂർ. കാര്യം കഴിഞ്ഞല്ലോ. കൂർ എന്ന് പറഞ്ഞാൽ ഗണം എന്നാണ് അർത്ഥം. ഗണം എന്ന് പറയുമ്പോൾ പുരോഹിതന്മാർക്ക് ഓരോ കൂറുകളുണ്ട്. അങ്ങനെയുള്ള ആ ഗണത്തിലെ ഒരാളായിരുന്നു അബിയാഗണം എന്നതാണ്. അപ്പൊ ഈ ചരിത്രം അറിയാത്ത ഒരാൾ ഇത് വ്യാഖ്യാനിക്കാൻ പോയാൽ തെറ്റായിട്ട് പറയും, തെറ്റായിട്ട് പഠിക്കും. എന്തിനേറെ പറയണം? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ബൈബിളിലെ പല ലാംഗ്വേജും അറിയില്ല, നമുക്കും പലതും അറിയത്തില്ല. ഇപ്പോൾ അവരുടെ ചരിത്രത്തിലുള്ള പല കാര്യങ്ങൾ നമുക്കത് നമുക്കത് അറിയത്തില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് അത് ശൈലി വരുമ്പോൾ ഞാൻ പറയാം. ഓക്കെ, അടുത്തത്: ശമര്യർ ദൈവവചനം കൈക്കൊണ്ടു. അവർ അവരുടെ മേൽ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവ് കൊടുത്തു. കൈവെക്കുമ്പോഴാണോ പരിശുദ്ധാത്മാവ് കിട്ടുന്നത്? പിന്നെ എന്തിനായി അപ്പോസ്തലന്മാരോടെ പോയി കൈവെക്കേണ്ടി വന്നത്? ശമര്യക്കാരായതുകൊണ്ടാണ്. പിന്നെ എന്തിനാ കൈവെക്കേണ്ടി വന്നേ? ഇത് ചരിത്രം കൃത്യമായിട്ട് അറിയാതെ വ്യാഖ്യാനിച്ചാൽ ഉറപ്പായിട്ട് തെറ്റും. കാരണം ശമര്യരെ നായ്ക്കളെ പോലെയാണ് കരുതിയിരുന്ന യഹൂദന്മാർ. ഇനിയും ശമര്യരേക്ക് നേരിട്ട് ദൈവത്തിന് പരിശുദ്ധാത്മാവിന് കൊടുക്കാം, അതിന് ഇവർ കൈവെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ യഹൂദന്മാർ പോയി ഒരിക്കലെങ്കിലും കൈവച്ചില്ലെങ്കിൽ 2 സഭ അറ്റ് എ ടൈം ഉണ്ടാവും. യഹൂദൻ്റെ സഭ, ശമര്യൻ്റെ സഭ. ഇവരൊരിക്കലും അക്സെപ്റ്റ് ചെയ്യത്തില്ല. കൈവപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അക്സെപ്റ്റൻസ്. ആരാ പോയി കൈവച്ചേ? പത്രോസ്, യോഹന്നാൻ. പത്രോസ് അന്നത്തെ ആദിമകാല സഭയിലെ പ്രധാന വ്യക്തിയാണ്. അദ്ദേഹം കൈവച്ചു എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും സ്വീകാര്യമാണ് അവരെ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇന്ന് നമുക്ക് ഇന്ത്യയിൽ അറിയാം, തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ, അങ്ങനെയുള്ളൊരു സ്ഥലത്താണ് നമ്മൾ ജീവിച്ചത്. എൻ്റെ മുത്തച്ഛൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, വേദം വായിക്കുന്നത് ഒരു ശൂദ്രൻ കേട്ടാൽ അവൻ്റെ ചെവിയിൽ ഈയം ഉരുക്കി ഒഴിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. ബ്രാഹ്മണൻ നടന്ന് വരമ്പത്തോടെ പോകുമ്പോൾ
ശൂദ്രനോ മറ്റ് താഴ്ന്ന ജാതിക്കാരോ വന്നാൽ കണ്ടത്തിലോട്ട് ചാടണം. വരമ്പിൽ അവൻ ഓപ്പോസിറ്റ് നടക്കാൻ പാടില്ല, അവൻ അവിടുന്ന് ചാടണം ഇവൻ കടന്നു പോകുന്നത് വരെ. അങ്ങനെ ഒരു കാലം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലാണ് ഇവർ പോയി അവരുടെ മേൽ കൈവെക്കുന്നത്. നിസ്സാര കാര്യമാണോ? അല്ല. ഈ ചരിത്രം അറിയാതെ ഇത് വ്യാഖ്യാനിക്കാൻ പോയാൽ പുതിയ ഉപദേശം വരും. വന്നല്ലോ, എന്താ? കൈവെപ്പിനാൽ തന്നെ നിനക്ക് ആത്മാവിനെ കിട്ടണം. കണ്ടോ എന്തുകൊണ്ടാ വന്നേ? ചരിത്രം അറിയാതെ വ്യാഖ്യാനിച്ചത് കൊണ്ടാണ്. ഇതാണ് പഥ്യോപദേശത്തിൽ നിൽക്കണമെങ്കിൽ വചനം കൃത്യമായി വ്യാഖ്യാനിക്കണം.